ഹായ്, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഉറപ്പായിട്ടും ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസേഴ്സിന്റെ ആവശ്യമുണ്ട്. നമ്മൾ മുഖം കഴുകുമ്പോഴും അല്ലാതെയും നമ്മുടെ മുഖത്തുള്ള നാച്ചുറൽ മോയ്സ്ചറൈസിങ് ഫാക്ടേഴ്സ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ആ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കും ഒരു ഡ്രൈനെസ് അനുഭവപ്പെടും. ഈ ഡ്രൈനെസ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്ന് എണ്ണമയം കൂടുതലായി ഉൽപ്പാദിപ്പിക്കും. അത് ഓയിലി സ്കിന്നിന്റെ പ്രശ്നങ്ങളെ വളരെയധികം കൂട്ടാറുണ്ട്. ഓയിലി സ്കിന്നിന്റെ പ്രശ്നമായ മോക്കുരു, പിന്നെ താരൻ പോലുള്ള പിഗ്മെന്റേഷൻ, ഇതെല്ലാം ഈ എണ്ണമയം കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെയധികം കൂടും. അതുപോലെ തന്നെ അത് പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എണ്ണമയമുള്ള സ്കിന്ന്, അതായത് ഓയിലി സ്കിന്നുള്ളവർക്ക് മുഖക്കുരും ആ പ്രശ്നങ്ങളും വളരെ അധികമായി കാണാറുണ്ട്. അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അഡാപ്ലിൻ, റെറ്റിനോൾ അതുപോലുള്ള ക്രീമുകളും വളരെയധികം വരൾച്ച, ഡ്രൈനെസ് കോസ് ചെയ്യാറുണ്ട്. ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴും നമുക്കൊരു മോയ്സ്ചറൈസേഴ്സ് അത്യാവശ്യമാണ്. പിന്നുള്ള ഒരു ചോദ്യമാണ്, ഏത് തരത്തിലുള്ള മോയ്സ്ചറൈസറാണ് നമ്മൾ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ലൈറ്റ് വെയിറ്റും പിന്നെ നോൺ ഗ്രീസിയും, അതായത് ഒട്ടിപ്പിടിക്കാത്തതുമായ മോയ്സ്ചറൈസറും നോൺ കോമഡോജനിക്, അതായത് മോക്കുരു ഉണ്ടാക്കാത്തതുമായ ഒരു മോയ്സ്ചറൈസറാണ് നമ്മൾ ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഓയിലി സ്കിന്നുള്ളവരും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. താങ്ക് യു.